ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ റംദാൻ വ്ലോഗ് തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് തന്നെ അതല്ല, നിന്നെ കാണാൻ ഒരുമാതിരി കോലുണ്ട് അല്ലേ. ഇത് ജേഴ്സി തട്ടാണ്. എനിക്ക് ഈ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ ഭയങ്കര കംഫർട്ടാണ് ഇടാൻ, അപ്പോൾ അതുകൊണ്ട് ഇടുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ ഫസ്റ്റ് എനിക്ക് ലാബിൽ പോകണം. ഇപ്പോൾ ഉച്ചയായ സമയം 1 മണിക്കാണ് ഞാൻ ഇന്ന് പോണത്. ഉച്ചയ്ക്ക് ശേഷമുള്ള കുട്ടികളൊക്കെ അവിടുന്ന് പോയി. പിന്നെ ഇന്ന് നമ്മളൊരു സ്റ്റാഫ് ഇറങ്ങുകയാണ് ലാബിൽ നിന്ന്, കല്യാണമൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലാബിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഇന്നിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാനോ ഒന്നും പ്ലാൻ ഇട്ടിട്ടില്ല. എന്താ ഒന്നും അറിയില്ല. മിക്കവാറും പത്തിരിയാവും. ഇന്ന് നമുക്ക് ആപ്പാപ്പുണ്ട് തുറക്കാൻ. അപ്പാപ്പാക്ക് പത്തിരിയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ മിക്കവാറും ഒന്ന് പത്തിരിയാവും ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ലാബിക്ക് പോവും. ലാബിക്ക് പോയിട്ട് ഇനി വരുമ്പം എന്തായാലും ഒരു 5 മണി കഴിയും. എന്നിട്ടാണ് ബാക്കി എനിക്ക് ഇവിടുത്തെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നിപ്പം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മിന്നുണ്ട്, ഉമ്മയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാം. ഇപ്പം നട്ടുച്ചക്ക് പോകാൻ ഭയങ്കര സുഖമാണ്. പുറത്തുണ്ടല്ലേ നല്ല വെയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയോക്കാം. ചെരുപ്പ് വേക്കില്ല, ചെരുപ്പ് എടുക്കട്ടെ. പിന്നെ അമ്മേ ദിമ്മേ ഇതിൽ കൂടെ എവിടെയോ നടക്കണുണ്ടേന്നു. ഹായ് കാട്ടിക്ക, മമ്മക്ക് ചാച്ചെന്ന, മമ്മക്ക് ചാച്ചെന്ന, ചാച്ചാ ചാച്ചാ ചാച്ചല്ല. ആ ബാബ മച്ച പോയിട്ടോ, തക്കാളിയൊക്കെ പറിച്ചണ തക്കാളി മച്ച പോയിട്ടോ. ഉമ്മാൻ്റെ തക്കാളി കൃഷിയാണ് കേട്ടോ. അതൊക്കെ ഹൈവ അടിപൊളി തക്കാളികൾ. കുറച്ച് പഴുത്തിട്ടുണ്ട്, കുറച്ച് പഴുത്തിട്ടില്ല. നല്ല രസമല്ലേ. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ. കേടെടുത്തരുത്. നമ്മച്ച് പോയിട്ടാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇപ്പം ഞാൻ ലാബിലെത്തി. ലാബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞു. ഒരു എത്ര മണി വെച്ചാൽ 5 മണിയാവാനായി. അപ്പം ഞാൻ ഇറങ്ങുകയാണ്. അപ്പം ഇന്ന് നമ്മൾ അപ്പാപ്പയും കൂടി ഉണ്ട് വീട്ടിൽ തുറവിക്ക്. പിന്നെ മിന്നോനും ഋഷക്കൊക്കെ ഇന്ന് വേറൊരു തുറവുണ്ട്, അപ്പോൾ ഓല് പോകും. അപ്പം ഞാനും അപ്പാപ്പ, അമ്മ, സോനു ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൾറെഡി പത്തിരി ഉണ്ടാക്കിയിരുന്നു. അപ്പാപ്പാക്ക് പത്തിരിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയൊക്കെ അല്ലേ, നമുക്കൊരു 2 പൊറോട്ടയും കൂടി, കുറച്ച് പൊറോട്ട വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പോണ വഴിക്ക് ഉമ്മാൻ്റെ കമ്മലൊന്നും ശരിയാക്കാണ്ട് അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഇപ്പം ചെറിയൊരു വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ന്യൂസൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഭയങ്കര യുദ്ധത്തിൻ്റെ ഒക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം ഒന്ന് സമാധാനത്തിലൊന്ന് ഒതുങ്ങിയാൽ മതിയായിരുന്നു. എല്ലാവരും ഒന്ന് യുദ്ധമൊക്കെ നിർത്തുന്ന സമാധാനത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു. ഭയങ്കര ടെൻഷനാണ്. കാരണം ഇതൊക്കെ നടത്തുന്നവരും മേലെ നിൽക്കുന്നവർക്കൊന്നൊക്കെ സേഫ് ആയിരിക്കും. ഇതിലൊക്കെ കഷ്ടപ്പെടാൻ പോകുന്നത് സാധാരണ ജനങ്ങളാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഇതൊക്കെ പെട്ടെന്നൊന്ന് സമാധാനപരമായിട്ടൊന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഞാൻ പോകാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഒന്നും കൊണ്ടുപോയിട്ടില്ല. ആകെ ചാർജറും ഫോണും മാത്രമേ തന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ലല്ലോ. പിന്നെ ലാബിലാണെങ്കിലും നമുക്ക് പൊതുവേ ഇപ്പോൾ കേസൊക്കെ കുറവാണ്. അല്ലെങ്കിലും എല്ലാ വർഷവും നോമ്പിന് ഭയങ്കര കുറവായിരിക്കും. നോമ്പിന് അങ്ങനെ ആൾക്കാരൊന്നും ഇനിയിപ്പോൾ നോമ്പ് കഴിയാനായി കഴിഞ്ഞാൽ ഒരു ബോഡി ചെക്കപ്പിനും ഇതിനൊക്കെ എല്ലാവരും വരുന്നതാണ്. ഈ ഒരു ടൈമിൽ പൊതുവേ കുറവാണ് ഉണ്ടാവാറ്. അപ്പം ഇനി ഞാൻ വീട്ടിൽ പോട്ടെ. പോണ വഴിക്ക് ഇനി പൊറോട്ട വാങ്ങണം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഷോപ്പിൽ കയറി. ഇപ്പം ഞാൻ വീട്ടിലെത്തിട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇന്നത്തെ സ്പെഷ്യലൊക്കെ ടേബിളിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം സമയം 6:20. ആപ്പാപ്പ വന്നിട്ടില്ല, ആപ്പാപ്പാനെ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ നമ്മളെ മിനിമൽ സ്പെഷ്യൽസ് ഒക്കെ ഒന്ന് കണ്ടാലോ. സമൂസ ഉണ്ട്, ചിക്കൻ സമൂസയാണ്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും, പിന്നെ നമ്മളെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസും ആണുള്ളത്. ഇതെന്താണോ കുടിക്കുമ്പോൾ ഭയങ്കര ദാഹം പോയ പോലെ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് ഈ തണ്ണിമത്തൻ നമ്മൾ കൂടുതലും ജ്യൂസായിട്ട് തന്നെ അടിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഉള്ള നമ്മളെ തരി ഒന്നുണ്ട്, പിന്നെ കാരക്ക. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് നോമ്പ് തുറക്കുക. പിന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊറോട്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ പത്തിരി ഉണ്ട്, നല്ല തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആപ്പാപ്പ വന്നിട്ടില്ല. നമ്മൾ ആപ്പാപ്പ എത്തിക്കണ്.
അപ്പോൾ ഞങ്ങൾ ലാസ്റ്റത്തെ ഫുഡ് അടി ഇന്നത്തത്. എന്നും നമ്മളെ നോർമൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് തുറവൊക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാലൊക്കെ. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ടൈം ആയതുകൊണ്ടാണ്. അപ്പം നമുക്കിപ്പോൾ ഒന്ന് പൊറാട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ പൊറാട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ കറി ഇതിൻ്റെ പാത്രം, ഇത് ഋഷൻ്റെ പാത്രമാണ് കേട്ടോ. പക്ഷേ തൽക്കാലത്തിന് ഞാൻ എടുത്തതാണ്. ഈ പാത്രം കണ്ടായാലും എല്ലാവരും. നല്ല ചിക്കൻ കറി ഉണ്ട്. അപ്പൊ നമുക്ക് പൊറാട്ടന്ന് തുടങ്ങാലടാ. നിനക്ക് പൊറാട്ട വേണ്ടിയേ? ഓ, ഈ ചായയുടെ നമ്മളെ വീട്ടിൽ എപ്പോഴും പല ടൈമിലാണ് പലരും കുടിക്കുക. ചിലപ്പം എല്ലാവരും ഇപ്പോൾ കുടിക്കും, ചിലപ്പം തറാവി കഴിഞ്ഞ് വന്നിട്ട് കുടിക്കും. അങ്ങനെയൊക്കെയാണ്. ഇന്ന് ഞാൻ തറാവിക്ക് പോണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 1 വീക്കിലേറെ ആയിട്ട് എനിക്ക് പാച്ചുവിനെ നോക്കാനേ ടൈം കിട്ടുന്നില്ല. കാരണം അവൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ്. ഈ നമ്മളെ വൈകുന്നേരത്തെ പണിയും പിന്നെ നോമ്പ് തുറന്ന് നേരെ തറാവിക്ക് പോയി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു 9:30 9:45 ആവും. പിന്നെ അത് കഴിഞ്ഞാലുള്ള ടൈം തീരെ കുറവായതുകൊണ്ട് ഓനെ പഠിപ്പിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് മൺഡേ മുതൽ ഓൻ എക്സാം തുടങ്ങുകയാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്ന് പോണില്ല, 2 ദിവസം അവനെ പഠിപ്പിക്കാന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആദ്യം ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് നമ്മളതിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചാലേ ആൾ പഠിക്കാൻ റെഡി ആയിട്ട് വന്ന് ഇരിക്കുള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് പഠിച്ചോളും. അപ്പോൾ ഇനിയിപ്പോൾ എക്സാമിന് നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ കുറച്ച് പഠിക്കട്ടെ. ആദ്യത്തെ ഒരു സന്തോഷപ്പെടുത്താണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അടിയാവും. ഞാൻ പറയുന്ന അവന് മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ അപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം പിന്നെ അങ്ങനെ രണ്ടാളും ചെറിയ അടികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനിയിപ്പം നാളെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.